നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. തന്നെ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മരു വിസ്മൃതമാകുമിപ്പോൾ. എണ്ണീടുകിലാർക്കും ഇതുതാൻ ഗതി, തെയ്യന്നം പാടുന്ന രാഗത്തിൻ താളത്തിൽ നീ നിന്റെ തങ്കച്ചിലങ്കാകിലുക്കുമോ. കവിതയും പാട്ടുകളും ഒക്കെയായി കുഴിയണ്ണത്തിൽ മേരി അമ്മച്ചി എന്നോടൊപ്പമുണ്ട്. അമ്മച്ചി 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ കുമാരനാശാന്റെ കവിതകൾ ഉൾപ്പെടെ ഒരുപാട് കവിതകൾ അമ്മയുടെ മനസ്സിൽ മനഃപ്പാഠമായിട്ടുണ്ട്. അമ്മ എവിടെയാ പഠിച്ചത്? കലൂര്. എത്രാം ക്ലാസ് വരെയാ? 5. തുടർന്ന് എന്താ പഠിക്കാത്തേ? തുടർന്നുള്ള അവസരം കിട്ടിയില്ല. അമ്മച്ചി ഒരു കവിത പാടി. കുമാരനാശാന്റെ കവിതകളൊക്കെ അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാലോ. ഒരു കവിത പാടി. പുഷ്പമേ അധിക ദുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ. ശ്രീഭൂവിലസ്ഥിരമ സംശയം ഇന്നു നിന്റെ യാപൂതിയെങ്ങ് പുനരിങ്ങു കിടപ്പിതോർത്താൽ. ലാളിച്ചു പെറ്റലത അൻപൊടു ശൈശവത്തിൽ പാലിച്ചു വല്ലവപുടങ്ങളിൽ വച്ചു നിന്നെ. ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്ന മലരേതലമർമരങ്ങൾ. കുമാരനാശാന്റെ വീണപൂവാണല്ലേ? അമ്മച്ചി കുമാരനാശാന്റെ കുറെ കവിതകൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രായം എത്രയായി? 87. ഇപ്പൊ 87ാം വയസ്സിൽ ഇതെല്ലാം ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊയ്യല്ലിരപ്പാളിയായാൽ മഹാകഷ്ടം, അയ്യോ മരിച്ചെങ്കിലാപത്തൊഴിഞ്ഞിത്. കയ്യും പരത്തിപ്പിടിച്ചങ്ങു യാചനം ചെയ്യുന്ന ദീനത്വമോർത്താൽ ജലിക്കുന്ന തീയിൽ പതിച്ചു ശരീരം ദഹിപ്പിക്കും ഈയൽ കുലത്തിൽ പിറക്ക തന്നെ സുഖം. ജനിച്ച നാൾ തുടങ്ങി എന്നെ യോമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതല്ലൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനി കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. മിനുങ്ങി മിന്നിടുന്ന പൂച്ചു നാണയങ്ങളൊന്നുമേ വേണ്ടതില്ല, അവയ്ക്കു ഞാൻ വശപ്പെടുന്നതില്ല മേൽ. അമ്മച്ചി ഒന്ന് പഠിക്കാൻ പോകുമ്പോ എങ്ങനെയായിരുന്നു? വണ്ടികളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നത്തെ പോലെ ബസ്സൊക്കെ ഉണ്ടായിരുന്നോ? ബസ്സൊന്നുമില്ല, ചുമ്മാ നടന്ന്. വീട് ഒരുവിധം അടുത്തായിരുന്നു കലൂര്. അപ്പം നടന്നു പോകും. അന്ന് ആ വഴി വണ്ടിയൊന്നുമില്ല, ഒരു വണ്ടി പോലും ഇല്ല. സൈക്കിള് ചവിട്ടി ആൾക്കാർ പോണ കാണാറുണ്ട്. ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെയൊക്കെ വേഷം എന്തായിരുന്നു? വേഷം ഉടുപ്പൊക്കെ വലിയ വലിയ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഉടുപ്പുണ്ട്. എനിക്ക് ഒരു 3ാം ക്ലാസ് വരെയും ഉടുപ്പൊക്കെ ആയിരുന്നു. 4ാം ക്ലാസ് വരെ ഉടുപ്പൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു ചട്ടയും മുണ്ടൊക്കെ കൊടുത്തോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കളയാൻ ഇഷ്ടമില്ല. പിന്നെ വേറെ ഇങ്ങോട്ട് ഇറങ്ങിയാലും സാരി കേട്ടോ, വീട്ടിൽ മാത്രമേ ചട്ടയും മുണ്ടും ഉള്ളൂ. ആ, അത് ഒരു 10-20 വയസ്സ് മുതൽ സാരിയാ. അന്ന് സ്കൂളിലൊക്കെ ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എത്രാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു? അന്ന് പള്ളിവക 7 ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഒരു വലിയ മുതലാളി ഈ ഒരു വലിയ കെട്ടിടമൊക്കെ പണിച്ച് കൊച്ചുകൂടി എന്ന് പറയും, അവിടെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അന്ന് 10ാം ക്ലാസ്സിന് 11 ക്ലാസ് ആയിരുന്നു SSLC. എൻ്റെ ആങ്ങളെയൊക്കെ പഠിച്ചത്, മൂത്ത ആങ്ങളെയൊക്കെ പഠിച്ചപ്പോൾ 10 വരെ പഠിച്ചു. ജോലി കിട്ടിയില്ല. 10 വരെ പഠിച്ചിട്ട് പിന്നെ 11 ക്ലാസ് വേണമല്ലോ. അപ്പോഴത്തേക്കും വിറ്റുകൊണ്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എങ്ങാൻ ഒരു സ്കൂളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. പാട്ടൊക്കെ പഠിച്ചത് എങ്ങനെയാ? ഈ കവിതയൊക്കെ പഠിച്ചത് എങ്ങനെയാ? കാണാതെ ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ? പാട്ടിനോടും കവിതയോടും എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ചെറിയ സദസ്സിലൊക്കെ ആരെങ്കിലും പാടാൻ പറഞ്ഞ് ഞാൻ പാടുകയും ചെയ്യും. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ, വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ, വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ,
ഇടയനല്ലോ നീ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനൽ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. അമ്മച്ചിയുടെ ഭർത്താവിന്റെ പേര് ജോസഫ്. മരിച്ചിട്ട് 2 വർഷമായി. മക്കളെത്ര പേരുണ്ട്? 7 പേര്. 7 പേര്. 4 ആണും 3 പെണ്ണും. എല്ലാരും ഒരുമിച്ച് വരാറുണ്ടോ? കൂടാറുണ്ടോ? ഒരുമിച്ച് കൂടാറുണ്ടോ? ഒരുമിച്ചൊക്കെ കൂടും. അമ്മച്ചിയുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ നാട്ടിലുണ്ടോ ഇപ്പൊ? എൻ്റെ കൂട്ടുകാരിപ്പം ആരും തന്നെ ഇല്ല. ഒരാളുണ്ടായിരുന്നു, അത് എൻ്റെ പ്രായമുള്ള, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടൊക്കെ ഉള്ളതായിരുന്നു. അത് ചുരുക്കം പറഞ്ഞപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പാട്ട് കൂടി പാടി. ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. 1000 ആലംബകീനരെ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. 1000 ആലംബകീനരെ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. ആ സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം. ആ സ്നാപകന്റെ സ്വരം കേട്ടുണർന്നു യോർദാൻ നദിയുടെ തീരം. ചക്രവാളം തൊട്ടു ചക്രവാളം വരെ ശക്ത കൊടുങ്കാറ്റുയർന്നു. ചക്രവാളം തൊട്ടു ചക്രവാളം വരെ ശക്ത കൊടുങ്കാറ്റുയർന്നു. 87-ാം വയസ്സിലും മേരി അമ്മച്ചിയുടെ മനസ്സിൽ ഒരുപാട് കഥകളും കവിതകളും ഓർമ്മകളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓർമ്മകൾ മാത്രമല്ല, പരമ്പരാഗത വേഷത്തിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ നന്മ, തനിമ ഇതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് മേരി അമ്മച്ചി. ഒരുപാട് സന്തോഷം.